This is a world of YouTubers and you're watching രാകേഷ് നാരായണൻ. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അവരെവിടെ എത്തി നോക്കട്ടെ. നിങ്ങൾ എവിടെ എത്തി? ആയിക്കോട്ടെ, ഞാൻ തൊട്ടടുത്ത് തന്നെ ഞാനോട് വരാം. ഓക്കെ. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഞാൻ ആക്ച്വലി 3-4 ദിവസം മുമ്പേ ഒരാഴ്ച മുമ്പ് ഒരു യാത്ര പോയിട്ടായിരുന്നില്ലേ. ആ യാത്രയിൽ കാണണമെന്ന് വിചാരിച്ച വ്യക്തികളിൽ ഒരാൾ നമ്മുടെ തൊട്ടടുത്ത് വണ്ടൂർ വന്നിട്ടുണ്ട്. അതുപോലെ വേറൊരു സംഭവം, ഇപ്പോൾ അതിനെന്താ പറയുക, കോഇൻസിഡൻസ് എന്നൊക്കെ പറയണ പോലെ ഞാൻ ഇന്നലെ വൈകുന്നേരം വിളിക്കണമെന്ന് വിചാരിച്ച ആളെ ഇന്നലെ രാത്രി വിളിക്കാൻ പറ്റിയില്ല. രാത്രിയല്ല, ഒരു 6 മണിക്ക് വിളിക്കണം വിചാരിച്ചാൽ വിളിക്കാൻ പറ്റിയില്ല. അതേ സമയത്ത് ഇന്ന് ആളുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് നിർത്തിയിട്ട് വിളിക്കണമെന്ന് വിചാരിച്ചു. വേണ്ട, ആള് ഡ്യൂട്ടിയിലാവുമെന്ന് വിചാരിച്ചു. ഒന്ന് മുന്നിലേക്ക് പോയ ഉടനെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മുന്നിലേക്ക് ഞാൻ വന്നപ്പോൾ ആൾ എന്നെ വിളിച്ചു, രാകേഷ് എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെലിപ്പതി എന്നുള്ള സാധനങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടാവാം. നമ്മൾ വിചാരിക്കണ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ വേറെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഇൻസിഡൻസോ അതല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസിയൊക്കെ എവിടേക്കോ വെച്ചിട്ട് നമ്മുടെ ലോകത്തിൽ മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻസിയൊക്കെ മാച്ച് ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വരും. സീക്രട്ട് എന്നുള്ള ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതേപോലെ. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇപ്പം എന്നെ വിളിച്ചിട്ടുള്ള ഈ ഫ്രണ്ടിനെ എനിക്ക് കാണണം. കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അവർ തിരിച്ചു പോകും. പിന്നെ അത് മാത്രമല്ല, വേറെ കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ആക്ച്വലി ഉള്ളത് വണ്ടൂർ VMC, ഞാനൊക്കെ +2 പഠിച്ചിട്ടുള്ള സ്കൂളിന് മുന്നിലാണ്. നമ്മുടെ തൊട്ടടുത്തൊരു കാറ് നിൽക്കണ്ടേ, ഷെവർലെ സെയിൽ യുവ. നമ്മുടെ ഇത് ഷെവർലെ ആവിയോ യുവ. പക്ഷെ എന്താ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് പല സാധനങ്ങളും മാച്ചായിട്ട് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും, ശക്തമായിട്ട് വിചാരിച്ചാൽ നടക്കും എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് അടുത്തത്. ഒരു 3 മാസത്തോളമായിട്ട് എനിക്കൊരു വെള്ള പട്ടിക്കുട്ടി, ലാബ്രഡോറിനെ വേണം എന്നുള്ള ഇതിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, സ്വപ്നം കാണും, അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നല്ല മഴ പെയ്തിട്ടുള്ള ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ തൊടിയിലൊരു പട്ടിക്കുട്ടിയുടെ കരച്ചിൽ. ഞാൻ പോയി നോക്കുമ്പോൾ പട്ടിക്കുട്ടിയാണ്, ഒരു വെള്ള പട്ടിക്കുട്ടി. ഞാൻ അതിനടുത്ത് കൊണ്ടുവന്നു. ഒരു രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഞങ്ങളിവിടെ ടെറസിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കും, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ചിന്തിക്കാൻ റെഡിയാണെങ്കിൽ. അപ്പോൾ ആ പട്ടിക്കുട്ടിയുടെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. കണ്ട എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ. വഴിയരികിൽ ആരോ ഉപേക്ഷിച്ച് പോയ നിലയിൽ കണ്ടെത്തിയ ഒരു പാവം നായക്കുട്ടി. നല്ല കംപ്ലീറ്റ് മഴയത്തായിരുന്നു അറിയില്ല. ഇപ്പം നനഞ്ഞിട്ടൊന്നുമില്ല, പേരും കരച്ചില്ലായിരുന്നു. രാവിലെ ഞാൻ പോയിട്ട് എടുത്തോളൂ. എന്നിട്ട് അതിന് അമ്മ പാല് കൊണ്ടുവന്നു, ഞാൻ അച്ചപ്പപ്പൊടി കൊണ്ടുവന്നു. വിശപ്പുണ്ട് അത്ര, നോക്കട്ടെ, ചിലപ്പോൾ വളർത്തും, അതല്ലെങ്കിൽ പറഞ്ഞയക്കും. ശരിണ്ട് കേട്ടാ. എന്തേ തണുക്കുണ്ടറാ?